എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. യോഗ എന്തൊക്കെ ചേഞ്ചസ് ലൈഫിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് എനിക്ക് പേഴ്സണലി ചോദിച്ചാൽ എന്താ പറയുക, അനുഭവത്തിൽ നിന്ന് പറയാണ്. അപ്പോൾ ഇന്ന് യോഗ ഡേയും കൂടി ആയതുകൊണ്ട് ഇതൊരു പെർഫെക്റ്റ് ടൈമാണെന്ന് എനിക്ക് തോന്നി. പക്ഷെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് നമുക്ക് എന്തായാലും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നുകൂടിയാണ്. ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഹാപ്പി യോഗ ഡേ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ലൈഫിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുള്ള കുറച്ച് യോഗ പോസസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, ഞാനൊരു യോഗ ഇൻസ്ട്രക്ടർ അല്ല, അല്ലെങ്കിൽ യോഗ ട്രെയിനറോ ഒന്നുമല്ല. ഞാൻ കോഴ്സും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ ഇതുപോലെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാനും പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത്. ഇപ്പം ഞാൻ ലൈഫിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ നോക്കാറുണ്ട്. ഇന്നൊരു യോഗ ഡേയും കൂടി ആയതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഇന്ന് തന്നെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ അങ്ങനെ യോഗ എന്ന് പറയുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റിയ ഒന്നല്ല. ഇപ്പോൾ നമുക്കറിയാം ജിം അല്ലെങ്കിൽ സൂംബ പോലെ അതൊക്കെ നമുക്ക് സഡനായിട്ടായിരിക്കും ചേഞ്ചസ് കാണുന്നത്. പക്ഷേ യോഗയിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് നമുക്ക് എന്തായാലും കാണാൻ പറ്റും. ഇന്ന് ചെയ്തിട്ട് നാളേക്ക് തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടുമോയെന്ന് എനിക്കറിയില്ല. അതിൻ്റെ സാധ്യത കുറവാണ്. ഇപ്പോൾ ജിമ്മിൽ അല്ലെങ്കിൽ സൂംബ ഡാൻസ് ഒക്കെ ചെയ്യാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് സ്ട്രെയിൻ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ യോഗ നല്ലൊരു സ്റ്റാർട്ടാണ് നിങ്ങൾക്ക്. ഇത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം കുറച്ചും കൂടി ഈസിയാണ്, സിമ്പിളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നുകൂടിയാണിത്. യോഗ എന്തൊക്കെ ചേഞ്ചസ് ലൈഫിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് എനിക്ക് പേഴ്സണലി ചോദിച്ചാൽ എനിക്ക് പറയാനാണെങ്കിൽ ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും ഒരുപാട് ചേഞ്ചസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇത് ചെയ്ത് തുടങ്ങിയതിന് ശേഷം. ഫിസിക്കലി പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോസ്ചർ, ബാലൻസിങ്, പിന്നെ അത് കൂടാണ്ട് ഫിസിക്കൽ സ്ട്രെങ്ത് ഒക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മെൻ്റലി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും അതിനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് യോഗ. കാരണം നമ്മൾ മെഡിറ്റേഷൻ പോലെയുള്ളതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നമുക്ക് ഇന്നർ പീസ്, അത് എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയാണിത്, ഇന്നർ പീസ്. അത് കൂടാണ്ട് നമുക്ക് ഒരു കൺട്രോൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എപ്പോഴും നമുക്കൊരു ആക്റ്റീവ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്, കൂടുതൽ ആക്റ്റീവായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കൂടുതലായിട്ട് അങ്ങനെ ഇതിനെക്കുറിച്ച് പറയാനൊന്നും അറിയില്ല. ഞാനും പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിപ്പോൾ യോഗ ഡേയും കൂടി വന്നതുകൊണ്ട് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു പെർഫെക്റ്റ് ടൈമാണെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനോട് താല്പര്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ ഗൈസ്. പിന്നെ പറയാമെന്ന് വെച്ചാൽ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നോക്കാനുണ്ട്. കാരണം എനിക്കറിയില്ല, അസിസ്റ്റൻസ് വേണ്ടി വരും അങ്ങനെ. പക്ഷെ അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഏത് ഏജ് ഗ്രൂപ്പ് ആയാലും ഇത് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. എന്താ പറയുക, അനുഭവത്തിൽ നിന്ന് പറയാണ്, ഭയങ്കര എഫക്റ്റീവാണ്. പിന്നെ എന്താ പറയുക, നമുക്കെപ്പോഴും ഒരു സമാധാനം ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ശരി ഗൈസ്, ഇനി നമുക്ക് തുടങ്ങാം.
ഹാപ്പി യോഗ ഡേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഗൈസ്. ആൻഡ് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദിയുണ്ട്. നിങ്ങൾ തന്നെയാണ് എൻ്റെ സപ്പോർട്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ സബ്സ്ക്രൈബേഴ്സ് ഫ്രം മൈ ഹാർട്ട്. ആൻഡ് കീപ് ഷൈനിങ് ഓൾ. താങ്ക് യു ആൻഡ് ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.